ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രാവശ്യത്തെ എക്സാം എഴുതിയിട്ടുള്ള LB സ്റ്റുഡൻസിന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു അക്കൗണ്ടൻസിയുടെ. അതുപോലെ CQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം അവർക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചു എന്നറിഞ്ഞു. +2 വിദ്യാർത്ഥികളുടെ സയൻസ് എടുത്തിട്ടുള്ള കുട്ടികൾ ബയോളജിയുടെ എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു. എങ്കിൽ വെയിറ്റേജ് നോക്കുമ്പോൾ മൊഡ്യൂൾ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ എക്സാമിന്റെ സമയത്തായിരിക്കുമല്ലോ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. ടോപ്പിക്കിനെ കുറിച്ച് ഓരോ പോയിന്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഒന്ന് എഴുതി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൊഡ്യൂൾ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ചില മൊഡ്യൂൾസിൽ നമുക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങളുടെ തലയിലോട്ട് കയറാൻ പോണില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ പരീക്ഷകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ പരീക്ഷകൾ എന്നാണ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ എന്നാണ് അവസാനിക്കുന്നത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം ചില വിഷയങ്ങളുടെ, അതായത് NIOS +2 ആയാലും 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ചില വിഷയങ്ങളുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ പരീക്ഷകൾ, അതായത് ചില വിഷയങ്ങളുടെ പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പരീക്ഷകളൊക്കെ എഴുതി വന്നിട്ടുള്ള കുട്ടികളുടെ ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ മുമ്പോട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിലേക്ക്, അതായത് NIOS 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2027 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങളുടെ 10ാം ക്ലാസ്സും +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 2026 ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ LBയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ തന്നെ ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ താഴെ കാണുന്ന 2 നമ്പറിൽ ഏത് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താലും നമ്മളെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, ഇനി അതല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് തിരിച്ച് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് NIOS 2026 ഏപ്രിൽ മാസത്തിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കുട്ടികളുടെ എല്ലാവരുടെയും പരീക്ഷകളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ചുരുക്കം ചില വിദ്യാർത്ഥികളുടെ ചില വിഷയങ്ങളുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ബയോളജിയുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടൻസിയുടെ എക്സാം കഴിഞ്ഞു. ഇനി 10ാം ക്ലാസ്സുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മലയാളത്തിന്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികൾ നമുക്കറിയാം ഇന്ന് നിങ്ങൾക്ക് ഹിന്ദിയുടെ എക്സാം ആണല്ലേ. ഇനിയിപ്പോ ഹിന്ദിയുടെ എക്സാം എഴുതി കഴിഞ്ഞ് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എങ്കിൽ പോലും +2 ബയോളജി അല്ലെങ്കിൽ +2 അക്കൗണ്ടൻസി, 10ാം ക്ലാസ്സിന്റെ മലയാളം, ഇത്രയും സബ്ജക്റ്റുകളുടെ ഒരു ഫീഡ്ബാക്ക് നമ്മുടെ LBയിലെ സ്റ്റുഡൻസിനോട് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ്സുകളുടെ മലയാളം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. ഇനി +2 അക്കൗണ്ടൻസി, നമുക്കറിയാം അക്കൗണ്ടൻസിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്രാവശ്യത്തെ എക്സാം എഴുതിയിട്ടുള്ള LBയിലെ സ്റ്റുഡൻസിന്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു അക്കൗണ്ടൻസിയുടെ. അതുപോലെ തന്നെ 1 വേർഡ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം അവർക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചു എന്നറിഞ്ഞു. അപ്പോൾ അക്കൗണ്ടൻസിയുടെ എക്സാം പൊതുവെ നല്ല എളുപ്പമുള്ള ഒരു എക്സാം ആയിരുന്നു എന്നുള്ളതാണ് സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക്. അതേപോലെ തന്നെ +2 വിദ്യാർത്ഥികളുടെ സയൻസ് എടുത്തിട്ടുള്ള കുട്ടികൾ ബയോളജിയുടെ എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു. എങ്കിൽ പോലും അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എക്സാം എളുപ്പമായിരുന്നു, വലിയ കുഴപ്പമില്ലാത്ത ഒരു എക്സാം ആയിരുന്നു. പക്ഷേ അവരുടെ മൊഡ്യൂൾ വെയിറ്റേജ് നോക്കുമ്പോൾ മൊഡ്യൂൾ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. പിന്നെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾ മുമ്പോട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ പരീക്ഷകൾ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബയോളജി, അക്കൗണ്ടൻസി, 10ാം ക്ലാസ്സിന്റെ മലയാളം, ഈ ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതായത് ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? NIOSൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ പഠിക്കേണ്ടത് എപ്രകാരമാണ്? നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സ് നല്ല വൃത്തിയായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോവുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു 3 മൊഡ്യൂൾ എങ്കിലും നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മൊഡ്യൂൾ വെയിറ്റേജ് നോക്കി പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ചില മൊഡ്യൂൾ
മൊഡ്യൂൾസിൽ നമുക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പരീക്ഷയുടെ സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, എക്സാമിന്റെ സമയത്തായിരിക്കുമല്ലോ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഈ മൊഡ്യൂൾ വെയിറ്റേജ് നോക്കി പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങളുടെ തലയിലോട്ട് കയറാൻ പോണില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എളുപ്പമുള്ള, അതായത് നിങ്ങൾക്ക് പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് ഏത് വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സ് നല്ല വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ മൊഡ്യൂൾ വെയിറ്റേജ് നോക്കിയിരിക്കുന്നത് വളരെയധികം മണ്ടത്തരമായിട്ട് അല്ലെങ്കിൽ മണ്ടത്തരമാണെന്ന് നമുക്ക് പറയാം. കാരണം മൊഡ്യൂൾ വെയിറ്റേജ് നോക്കി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അതുകൊണ്ട് വീണ്ടും പറയാണ്, എളുപ്പമുള്ള ചാപ്റ്റേഴ്സ്, അതായത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. ഒരു മൂന്ന് മൊഡ്യൂൾ എങ്കിലും നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 3 മൊഡ്യൂൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പാസ് മാർക്ക് അല്ല, അതിൽ കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നിങ്ങൾ NOSന്റെ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് എല്ലാ സബ്ജക്റ്റിന്റെയും അല്ലെങ്കിൽ പാഠഭാഗങ്ങളും നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം എക്സാമിന്റെ സമയത്തായിരിക്കുമല്ലോ നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങുന്നത്. ഇപ്പൊ ചില കുട്ടികൾ എന്നോട് പറയുന്നുണ്ട്, മിസ്സേ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എക്സാമിന്റെ സമയമായപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട് അല്ലെ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ട് പോകും. ഇപ്പൊ ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മൊഡ്യൂൾ വെയിറ്റേജ് നോക്കും, ഓക്കെ ഇന്ന മൊഡ്യൂളിൽ നിന്ന് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, എന്നാൽ ആ മൊഡ്യൂൾ പഠിക്കും. പക്ഷെ ഇത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തലയിലോട്ട് കയറത്തുമില്ല. എന്നാൽ അതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കുറേ അധികം താഴത്തേക്ക് ഉണ്ടാവും. നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ ക്വസ്റ്റിന്റെ ആൻസർ ഒക്കെ എഴുതുമ്പോഴത്തേനും ഒരു ഹെഡിങ് ഒക്കെ കൊടുത്ത് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഓരോ പോയിന്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഒന്ന് എഴുതി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പോയിന്റ് മാത്രമല്ല, അതിന്റെ ഒപ്പം തന്നെ എന്നിട്ട് അതിനെ ഒന്ന് ആ പോയിന്റ് ആയിട്ട് എഴുതിയ സാധനത്തിനെ തന്നെ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഹെഡിങ് കൊടുത്തതിന് ശേഷം പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ എഴുതുവാണെങ്കിൽ ആ പേപ്പർ നോക്കുന്ന ആൾക്കും എന്തായിരിക്കും, നിങ്ങളുടെ പേപ്പർ നോക്കി നല്ലൊരു മാർക്ക് ഇടാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു രീതിയിലൊക്കെ എഴുതുക. പിന്നെ ബ്ലൂ പെൻ യൂസ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. അതിൽ ജെൽ പെൻ അങ്ങനത്തെ സംഭവം ഒന്നും യൂസ് ചെയ്യല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പരീക്ഷ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം? നമുക്കറിയാം NIOSന്റെ ID കാർഡ് അല്ലെ, NIOSൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു ID കാർഡ് ഉണ്ട്. ആ ID കാർഡ് നിങ്ങൾ പ്രിന്റ് എടുക്കണം. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മതി, ലാമിനേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് എടുക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡ് ഒറിജിനൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ്. ആ ഹോൾ ടിക്കറ്റിലെ എക്സാം സെന്റർ ഏതാണോ കാണിച്ചിരിക്കുന്നത് അതാണ് നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം. NIOSന്റെ ID കാർഡിലുള്ള സെന്റർ ആണ് പരീക്ഷാ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പരീക്ഷ എഴുതാൻ നിൽക്കരുത് കേട്ടോ. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹോൾ ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സെന്റർ ഏതാണോ അതാണ് നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളുമായിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് പരീക്ഷ എഴുതാൻ പോകണം. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെന്ന്, പെൻസിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പരീക്ഷ 2:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ഒരു 1:30 ഒക്കെ ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു 1:45 ആ ഒരു ടൈം ഒക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾ എന്താണ് നിങ്ങളുടെ എക്സാം സെന്ററിൽ എത്തുന്ന രീതിയിൽ വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടാനായിട്ട്. ആ കൃത്യസമയത്ത് എക്സാം ഹാളിൽ ചെല്ലുന്ന രീതിയിൽ വീട്ടിൽ നിന്ന് പുറപ്പെടരുത്. കാരണം നമുക്ക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഒരു 1:30 എന്നുള്ള കണക്കൂട്ടിൽ വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് പരീക്ഷാ കേന്ദ്രത്തിലേക്കുള്ള ആ ഒരു യാത്ര കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷാ ഹാളിൽ, പിന്നെ OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നതൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഒക്കെ. OMR ഷീറ്റ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ട്. അതൊക്കെ തെറ്റാതെ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കി ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹാളിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതല്ലാതെ ഞാനായിട്ട് എങ്ങനെയാ ചെന്ന് ചോദിക്കുന്നത്, എന്റെ കൂടെ വേറെ ആൾക്കാർ എക്സാം ഹാളിലുണ്ട്, അവരാരും ചോദിക്കുന്നില്ല, അവർക്കൊക്കെ പരീക്ഷാ കേന്ദ്രം അല്ലെങ്കിൽ അവർക്കൊക്കെ സ്റ്റഡി സെന്ററുകളിൽ നിന്നും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് ചോദിക്കാൻ മടിയായിരുന്നു. ഇങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറിയില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഹാളിൽ നിൽക്കുന്ന ടീച്ചേഴ്സിനോട് കറക്റ്റ് ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതിന് മടിയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.